നമസ്കാരം മക്കളെ, നമുക്ക് പഠിക്കാം. ഇന്ന് നമ്മൾ അവസാനത്തെ ക്ലാസ്സിൽ പഠിച്ച ചവർഗത്തിലെ അവസാനത്തെ അക്ഷരമായ ഞായുടെ കൂട്ടക്ഷരമാണ് പഠിക്കുന്നത്. ഞ പ്ലസ് ഞ സമം ഞ. ഞ പ്ലസ് ഞ സമം ഞ. ഞ എങ്ങനെ എഴുതണമെന്ന് പഠിക്കാം. ആദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആ ഞ തന്നെ എഴുതുക. ഞ എഴുതിയ ശേഷം വീണ്ടും അതേ വരയിലൂടെ മുകളിലേക്ക് പോയി ഒരു താക്കൂടെ വരച്ചാൽ ഞ എന്ന കൂട്ടക്ഷരമായി. ഞായുടെ കൂട്ടക്ഷരം ഞ. ഒരിക്കൽ കൂടെ വരയ്ക്കാം. ആദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ചവർഗത്തിലെ അവസാനത്തെ അക്ഷരമായ ഞ വരയ്ക്കുന്നു. ഞ വരച്ച ശേഷം അതേ വരയിലൂടെ മുകളിലേക്ക് കൊണ്ടുവന്ന് തായാക്കി മാറ്റുകയാണ്. ഞ ഒരിക്കൽ കൂടെ എഴുതാം. ആദ്യം ഞ വരയ്ക്കുകയാണ്. ആ ഒരു വരയിലൂടെ തന്നെ മുകളിലത്തെ വരയിൽ തൊട്ടുകൊണ്ട് ഒരു താ എഴുതി കഴിഞ്ഞാൽ ഞയുടെ കൂട്ടക്ഷരമായ ഞ ആയി. ഇനി നമുക്ക് ഞ വരുന്നതായ വാക്കുകൾ എഴുതാൻ പഠിക്കാം. ആദ്യം എഴുതുന്ന വാക്ക് കുഞ്ഞ്. കാ എഴുതി കായുടെ തൊട്ടടുത്തായിട്ട് കു ആവാനായി ഉ എന്നതിൻ്റെ ചിഹ്നം ചേർത്തു. കു ഞ്. ഞാൻ ഉറപ്പിച്ചു വച്ചിരിക്കുന്നുണ്ട്. ഞായുടെ കൂട്ടക്ഷരമാണ് എഴുതുന്നത്. കു ഞ് ആവാനായി എന്നുള്ള ശബ്ദത്തിനായി ചന്ദ്രക്കലയിട്ടു. കുഞ്ഞ് കുഞ്ഞ്. അടുത്ത് നമുക്ക് മഞ്ഞ് എന്ന് എഴുതാം. മഞ്ഞ്. മ ഞ്. ഞാൻ ഉറപ്പിച്ചു വച്ചിരിക്കുന്നുണ്ട്. ഞായുടെ കൂട്ടക്ഷരം എഴുതി ചന്ദ്രക്കലയിട്ടു. മഞ്ഞ്. അടുത്ത് നമുക്ക് കഞ്ഞി എന്ന് എഴുതാം. ക ഞി. ഞായുടെ കൂട്ടക്ഷരം എഴുതി ഈയുടെ ചിഹ്നവും ചേർത്തു. കഞ്ഞി. അടുത്ത് നമുക്ക് മാഞ്ഞു എന്ന് എഴുതാം. മാഞ്ഞു. മാ എഴുതി ആയുടെ ചിഹ്നം മാ എന്നായി. ഇനി ഞു എഴുതണം. ഞായുടെ കൂട്ടക്ഷരം എഴുതി ഉ എന്നതിൻ്റെ ചിഹ്നവും ചേർത്തു. മാഞ്ഞു. മാഞ്ഞു. അടുത്ത നമുക്ക് പഞ്ഞി എന്ന് എഴുതാം. പഞ്ഞി. പാ എഴുതി ഞായുടെ കൂട്ടക്ഷരം എഴുതി പഞ്ഞി. പഞ്ഞി. അടുത്ത് നമുക്ക് ചീഞ്ഞു എന്ന് എഴുതാം. ചീ. ചായ എഴുതി ഈ എന്ന് നീട്ടി ഉച്ചരിക്കുന്നുണ്ട്. ഈയുടെ ചിഹ്നം എഴുതി ചീഞ്ഞു. ഞായുടെ കൂട്ടക്ഷരം എഴുതി ഉ എന്നതിൻ്റെ ചിഹ്നവും ചേർത്തു. ചീഞ്ഞു. അടുത്ത് നമുക്ക് നനഞ്ഞു എന്ന് എഴുതാം. നനഞ്ഞു. 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 അടുത്ത് നമുക്ക് ഒഴിഞ്ഞു എന്ന് എഴുതാം. ഓ ഴി ഞു. ഒഴിഞ്ഞു. ഒഴിഞ്ഞു. അടുത്ത നമുക്ക് പാഞ്ഞു എന്ന് എഴുതാം. പാഞ്ഞു. 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 അടുത്ത് നമുക്ക് അഴിഞ്ഞു എന്ന് എഴുതാം. ആ ഴി ഞു. അഴിഞ്ഞു. 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 അടുത്ത നമുക്ക് കൊഴിഞ്ഞു എന്ന് എഴുതാം. കോ ഴി ഞു. കൊഴിഞ്ഞു. കൊഴിഞ്ഞു. ഇന്ന് നമ്മൾ ഞായുടെ കൂട്ടക്ഷരമാണ് പഠിച്ചത്. ഞാ വരുന്ന വാക്കുകളായ കുഞ്ഞ്, മഞ്ഞ്, കഞ്ഞി, മാഞ്ഞു, പഞ്ഞി, ചീഞ്ഞു, നനഞ്ഞു, ഒഴിഞ്ഞു, പാഞ്ഞു, അഴിഞ്ഞു, കൊഴിഞ്ഞു എന്നീ വാക്കുകളും നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിച്ച ഞായുടെ കൂട്ടക്ഷരവും ഞ വരുന്നതായ വാക്കുകളും പറഞ്ഞുകൊണ്ട് എഴുതി പഠിക്കാൻ ശ്രമിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം മക്കളെ. നമസ്കാരം.